നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൊട്ടാറ്റോ 65. നമ്മൾ ചിക്കൻ 65 ഒക്കെ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ പൊട്ടാറ്റോ 65 അതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മീശയൊക്കെ എടുത്തു ഇതിൻ്റെ ഇടയിൽ. പിന്നെ വേറെ കുറച്ച് തിരക്കുകളൊക്കെ ആയാലും വീഡിയോ കുറച്ച് ഡിലേ വന്നു. ഒരാഴ്ചയായി ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ വന്നിട്ട്. അപ്പോൾ നമുക്ക് പൊട്ടാറ്റോ 65 എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് വീഡിയോയുടെ താഴെ തന്നെ രേഖപ്പെടുത്തുക. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം. 4 മീഡിയം സൈസ് പൊട്ടാറ്റോ ആണ് നമ്മൾ 65 ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം റെഡിയായി കഴിഞ്ഞു. നമുക്ക് ഇതൊന്ന് ഒരു വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് അല്പം മൈദ ചേർത്ത് ഒന്ന് കോട്ട് ചെയ്യാം. 125 ഗ്രാം മൈദയാണ് ഇത് കോട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഈ കോട്ടിംഗ് ഒന്ന് പിടിക്കാനായിട്ട് നമുക്ക് അല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു പാത്രം വെച്ച് അതിൽ പാകത്തിന് എണ്ണ ഒഴിച്ച് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തിക്ക് ഗ്രേവി ഉണ്ടാക്കാം. അതിനായി ഒരു പാത്രം വെച്ച് അതിൽ അല്പം എണ്ണ ഒഴിക്കുക. അതിനുശേഷം വെളുത്തുള്ളി, ഒരു 8 വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്. ഇനി അതിലേക്ക് 4 പച്ചമുളക് നെടുക കീറിയത്, ഒരു 4 വറ്റൽമുളക്, ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു നുള്ള് ജീരകം ചേർക്കാം. അതിനു പുറമെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇനി ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു 125 ml തൈരാണ്. ഇനി ഒരു റെഡിഷ് കളർ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ചെറിയ രീതിയിൽ റെഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പൊട്ടാറ്റോ ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കളർ ചേർക്കണം എന്നുള്ളത് വലിയ നിർബന്ധമൊന്നുമില്ല. നമ്മൾ ചെറിയൊരു റെഡിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്തെന്ന് മാത്രം.
ഇനി നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് നമ്മൾ മലയാളികൾ വിളിക്കുന്ന ആഫ്രിക്കൻ മല്ലിയില, അതുപോലെ തന്നെ വേറെ പറയുന്ന പേരാണ് മെക്സിക്കൻ കോറിയൻഡർ ലീഫ്. ഇതാണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത്. ഇതിന് നമ്മുടെ സാധാരണ മല്ലിയിലേനെ അപേക്ഷിച്ച് വളരെയധികം സ്മെല്ലും അതേപോലെ വളരെയധികം ടേസ്റ്റും കൂടുതലാണ്. നമ്മുടെ പൊട്ടാറ്റോ 65 റെഡിയായി കഴിഞ്ഞു. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം.